ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡും പിന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു എലാസ്റ്റിക് ബ്രേസ്ലെറ്റുമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് പേർക്കുള്ള കംപ്ലൈൻറ്റാണ് ഇതുപോലെ നോട്ട് ഇടുമ്പോഴത്തേക്കും കെട്ട് അഴിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ വരും. അത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും. അത് കെട്ടിടേണ്ട കറക്റ്റായിട്ടുള്ള രീതിക്ക് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഊരിപ്പോരുമൊന്നുമില്ല. അപ്പോൾ അതിനുള്ള ടിപ്സും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കോപ്പർ വയർ എടുക്കുക. കോപ്പർ വയർ എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരു ഡ്രോപ്പ് ബീഡ് എൻഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ഈ ടൈപ്പ് ബീഡ്, ഇൻഡിപെൻഡൻസ് ഡേയുടെ ട്രൈ കളർ ബീഡ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ട്രൈ കളർ ബീഡും പിന്നെ ഞാൻ അതിന് കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു പേൾ ബീഡാണ്. പേൾ ബീഡും ഈ ട്രൈ കളർ ബീഡും ഞാൻ കോമ്പിനേഷനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുൾ അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഡ്രോപ്പ് ബീഡ് കൂടി ഇട്ട് അതിനെ ഫിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് പോലും എടുക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അത് മാത്രമല്ല, ചിലവും വളരെ കുറവാണ്. ഒരു 20 രൂപയ്ക്കകത്ത് മാത്രമേ ഇതിന് ചിലവ് വരുന്നുള്ളൂ. പിന്നെ ഈ ഓണത്തിന് നമ്മൾ 150 റുപ്പീസിൻ്റെ ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷൻസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം പറയുന്നുണ്ട്. നമ്മൾ ഈ സീരീസിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 150 റുപ്പീസിന് ട്രഡീഷണൽ ജ്വല്ലറീസിൻ്റെ കളക്ഷൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത സാറ്റർഡേ മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള എല്ലാ സാറ്റർഡേയ്സിലും വൈകുന്നേരം 6 മണിക്ക്, കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് ഓണത്തിന് സാരിയുടെയും പട്ടുപാവാട അതുപോലെയുള്ള പല ട്രഡീഷണൽ വെയേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, അതിൻ്റെയൊക്കെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറി ഐറ്റംസാണ് ഇതിൽ സെയിൽ ചെയ്യുന്നത്. നമ്മൾ നെക്ലസ്, ഇയറിംഗ് സെറ്റ് ഉണ്ടാവും, പിന്നെ ബാംഗിൾസ് ഉണ്ടാവാം, ചോക്കേഴ്സ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ഐറ്റംസ് നമ്മളിതിൽ ഓരോ ആഴ്ചയും കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 31 ഓർഡർ നമ്മൾ ക്ലോസ് ചെയ്യും. അതിന് ശേഷമുള്ള ഓർഡേഴ്സൊന്നും നമ്മൾ എടുക്കുന്നതല്ല. പിന്നെ റിട്ടേണും റീപ്ലേസ്മെൻറ്റും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ സീരീസിൽ ഷെയർ ചെയ്യുന്ന എല്ലാ ഡിസൈൻസിനും 150 റുപ്പീസ് മാത്രമായിരിക്കും അതിൻ്റെ റേറ്റ്. പക്ഷേ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. ഐറ്റംസിൻ്റെ, ഓർണമെൻറ്റ്സിൻ്റെ റേറ്റാണ് 150 റുപ്പീസ്. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട്. റിട്ടേണും റീപ്ലേസ്മെൻറ്റും അവൈലബിൾ ആയിരിക്കും. പിന്നെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ ഓരോന്നും. എന്നാലും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റം ഏതാണോ ആ ഐറ്റം 10 ഡേയ്സിനുള്ളിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഓഗസ്റ്റ് 31 വരെയുള്ള ഓർഡേഴ്സിന് മാത്രം, അതിന് ശേഷമുള്ള ഓർഡേഴ്സൊന്നും എടുക്കുന്നതല്ല. ഓരോ ഐറ്റംസിൻ്റെയും ഷോർട്ട് വീഡിയോസ് ഇടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ആ ഐറ്റത്തിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ചാനലിൽ ഉൾപ്പെടുത്തുന്നതും ആയിരിക്കും. അതായത് ഓരോ ഐറ്റംസിൻ്റെയും സ്പെഷ്യാലിറ്റി, ആ ഐറ്റത്തിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ട ഐറ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ്, അതിനെ നല്ല ഡീറ്റെയിൽ ചെയ്ത് അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോസും നമ്മളതിൽ ഇടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓണം 150 സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ ഇനി നമുക്ക് എലാസ്റ്റിക് ബ്രേസ്ലെറ്റിലേക്ക് വരാം. ഈ എലാസ്റ്റിക് ബ്രേസ്ലെറ്റ് നമ്മൾ സാധാ ഈ പാറ്റേൺ ചെയ്ത പോലെ ആവശ്യത്തിന് എലാസ്റ്റിക് വയർ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിനനുസരിച്ച് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബോയ്ക്ക് ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ബീഡ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ ബീഡ്സായിട്ട് ചെയ്ത് കൊടുക്കുക. ഈ എലാസ്റ്റിക് ബ്രേസ്ലെറ്റിൽ അറിയേണ്ട ഒരേ ഒരു കാര്യം, കെട്ട് കറക്റ്റായിട്ട് ഇടുക എന്നുള്ളത് മാത്രമാണ്. നേരെ കെട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഊരിപ്പോരും. കറക്റ്റായിട്ട് കെട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ബാൻഡ് എലാസ്റ്റിക് പോയാലല്ലാതെ കെട്ട് അഴിഞ്ഞ് വരില്ല. അപ്പോൾ കെട്ടിടാനുള്ള രീതി എന്ന് പറഞ്ഞാൽ, നമ്മളതേ ആദ്യം സാധാരണ ഇങ്ങനെ ഒരു കെട്ടിടുക, നമ്മൾ സാധാരണ കെട്ടിടുന്ന പോലെ ഒരു കെട്ടിടുക. രണ്ടാമത്തെ കെട്ട് നമ്മൾ ഇടുമ്പോഴത്തേക്കും രണ്ടാമത്തെ കെട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ
ഒരു ചുറ്റ് ഒന്ന് ക്രോസായിട്ട് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ഒരു ചുറ്റ് നമ്മൾ സാധാ കെട്ടിടുന്ന പോലെ ആദ്യം ഒരു ചുറ്റ് ഇടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചുറ്റും കൂടി ചുറ്റി കൊടുക്കുക. അങ്ങനെ രണ്ട് ചുറ്റ് സാധാരണ കെട്ടുമ്പോഴത്തേക്ക് ഒരു ചുറ്റിട്ട് കെട്ടും. അത് ആദ്യം അങ്ങനെ കെട്ടുക. അതിന് ശേഷം രണ്ടാമത് കെട്ടുമ്പം ഒരു ചുറ്റി രണ്ട് ചുറ്റി എടുക്കുക. എനിക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ചുറ്റിയിട്ട് അതാ നല്ല ടൈറ്റായിട്ട് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കെട്ട് ഒട്ടും ഊരിപ്പോരില്ല, ടൈറ്റായിട്ടിരുന്നോളും. ഇതിന് ഊരിപ്പോരില്ല. ഇനി അഥവാ ധൈര്യക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കെട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചുറ്റി ഒരു വിരൽ പിടിച്ച് ചുറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒരു കെട്ട് ഇതുപോലത്തെ ഒരു കെട്ട് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് സൈഡിൽ കൂടി കയറ്റി ഇടയിലൂടെ കയറ്റിയിട്ട് ഇങ്ങനെ വലിച്ച് ഇതിൽ കൂടെ ഒരു കെട്ട് കൊടുക്കുക. ഈ ഒരു കെട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു പോരത്തേയില്ല, ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ 3 കെട്ട് ഈ ടൈപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കെട്ട് ഊരിപ്പോരും എന്നുള്ള പേടിയേ നമുക്ക് വേണ്ട. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കെട്ട് ഊരിപ്പോരും എന്നുള്ള ഒരു പേടിയും വേണ്ട. കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് കംപ്ലൈൻറ്റോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബീഡിൻ്റെ ഇടയിലേക്ക് ഈ കെട്ട് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല ഫിനിഷിങ് കിട്ടും. കെട്ട് എവിടെയാണെന്ന് അറിയാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു 2 ചാം എടുത്തിട്ടുണ്ട്. ആ ചാംസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ചാമും പിന്നെ ഫ്ലവറിൻ്റെ ഒരു ചാമും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ഒരു ജംറിങ് എടുത്ത് അതിലേക്ക് ചാമിട്ട് കൊടുത്തിട്ട് അതിനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചാമിട്ടണമെന്നൊന്നും നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചാമിട്ട് എടുക്കാം. കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ചാമിട്ട് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിൽ ചെയ്ത് കൊടുക്കുക. കയ്യിലിടുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടക്കും. ഇങ്ങനെയുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായോ? ഇതാണ് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഹെയർ ബോയും ബ്രേസ്ലെറ്റും. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.